മൂന്നാം ക്ലാസ് പരിസര പഠനം 4-ാം അധ്യായം വൃത്തി നമ്മുടെ ശക്തി. ഈ ചാപ്റ്ററിന്റെ 2ാമത്തെ വീഡിയോ ആണ്. നമുക്ക് നോക്കാം. വെള്ളത്തിലൂടെയും രോഗം. വെള്ളത്തിലൂടെയും രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. പരിസര പ്രദേശങ്ങളിലെ മലിനജലം മുഖേനയും നാം കുടിക്കുന്ന ശുദ്ധമല്ലാത്ത ജലം മുഖേനയുമാണ് രോഗങ്ങൾ വന്നെത്തുന്നത്. വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളാണ് ജലത്തിലൂടെ പകരാൻ ഇടയുള്ളത്. അപ്പോൾ ജലത്തിലൂടെ പകരാൻ ഇടയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്. ജലത്തിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങളെ തടയാൻ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുടിക്കാൻ ശുദ്ധജലമോ തിളപ്പിച്ചാറിയ ജലമോ ഉപയോഗിക്കുക. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഒന്നുകൂടെ നോക്കാം. കുടിക്കാൻ ശുദ്ധജലമോ തിളപ്പിച്ചാറിയ ജലമോ ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ കിണറിൽ നിന്നുള്ള വെള്ളമോ അല്ലെങ്കിൽ ടാപ്പിൽ നിന്നുള്ള വെള്ളമായിരിക്കും ഉപയോഗിക്കുക. അതെന്ത് ചെയ്യണം? തിളപ്പിച്ച് ആറ്റി കുടിക്കണം. അതല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നതും നല്ലതായിരിക്കും. പിന്നീട് മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. നമ്മുടെ പരിസരത്തും, നമ്മുടെ വീടിൻ്റെ പരിസരത്തായാലും വിദ്യാലയങ്ങളുടെ പരിസരത്തായാലും മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്ന് കൊതുക് മുട്ടയിട്ട് കൊതുകിൻ്റെ എണ്ണം പെരുകാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? 3ാമത്തെ പോയിന്റ് എന്താണ്? തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. വെള്ളം, ഏത് പാനീയമായിക്കോട്ടെ, വെള്ളമോ ജ്യൂസോ ചായയോ എന്താണെങ്കിലും തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. തുറന്നു വെച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ഈച്ചയോ കൊതുകോ ഒക്കെ വന്ന് വീഴും അല്ലേ? ഒരുപക്ഷെ അത് വന്ന് ഇരുന്നിട്ട് പോയാലും നമ്മൾ അറിയില്ല. പഴകിയ പാനീയങ്ങളാവുമ്പോഴെന്താവും? അതിനകത്ത് ഇതുപോലെയുള്ള പ്രാണികൾ വന്നിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ, നമുക്ക് കണ്ണിനുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ പ്രാണികൾ അതിനകത്ത് ഉണ്ടാവാം. അങ്ങനെ തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഏതൊക്കെയാണ് കുടിവെള്ള സ്രോതസ്സുകൾ? നാട്ടുമ്പുറങ്ങളിലൊക്കെ നമ്മൾ കിണറിൽ നിന്നായിരിക്കും വെള്ളമെടുക്കുക. ആ കിണറിൻ്റെ ചുറ്റും ഒക്കെ നല്ല ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. നല്ല ജലം ജീവാമൃതം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ കുടിവെള്ള സ്രോതസ്സുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് ചർച്ച ചെയ്തിരുന്നു. അതുപോലെ അതൊക്കെ അതേ രീതിയിലാണോ കുടിവെള്ള സ്രോതസ്സുകളുള്ളതെന്ന് ശ്രദ്ധിക്കണം. ഇനി ആ പോസ്റ്റർ ഒന്ന് നോക്കൂ. ഈച്ചയെ സൂക്ഷിച്ചോളൂ, തുറന്നു വെച്ചിരിക്കുന്നതും പഴകിയതുമായ ആഹാരം കഴിക്കരുത്. ആ പോസ്റ്ററിൽ ചിത്രം നോക്കിയും കണ്ടില്ലേ? ആഹാര സാധനങ്ങളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളമോ ജ്യൂസോ എന്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തും എല്ലാം ഈച്ച വന്നിരിക്കുകയാണല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈച്ച വൃത്തികെട്ട സ്ഥലങ്ങളെല്ലാം പോയിരുന്നിട്ടായിരിക്കും നമ്മുടെ ഈ ആഹാര സാധനത്തിലും വെള്ളത്തിലൊക്കെ വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ കാലിലൊക്കെ പറ്റിയിരിക്കുന്ന കീടാണുക്കളെല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഭാഗം നോക്കാം. പാനീയ ചികിത്സ. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം വളരെയധികം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകാൻ പാനീയ ചികിത്സ നടത്തണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം ഇവ കുടിക്കാൻ നൽകണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS മിശ്രിതം തിളപ്പിച്ചാറിയ 1 ലിറ്റർ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വയറിനസുഖം വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഡോക്ടർ ആദ്യം എന്താ ചോദിക്കുക? ധാരാളം വെള്ളം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ധാരാളം വെള്ളം കൊടുക്കാൻ പറയും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ORS മിശ്രിതം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. അത് 1 ലിറ്റർ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുന്നത് നമ്മുടെ ക്ഷീണവും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ലവണങ്ങളും ജലവും ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സഹായിക്കും. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്നതാണല്ലേ കഞ്ഞിവെള്ളം. അത് ഉപ്പിട്ട് കുടിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം ഇവയൊക്കെ വയറിളക്ക രോഗം ഉണ്ടായാൽ കൊടുക്കേണ്ടുന്ന പാനീയങ്ങളാണ്. ശുചിത്വമില്ലായ്മയാണ് പല രോഗങ്ങൾക്കും കാരണമാവുന്നത്. പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും. നാം പാലിക്കേണ്ട ശുചിത്വശീലങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യമാണല്ലേ. ദിവസവും
കുളിക്കണം. ദിവസവും 2 നേരം കുളിക്കണം. അതുപോലെ നഖം മുറിക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നഖം മുറിക്കണം. നഖം മുറിച്ചാൽ മാത്രം പോരാ, നഖം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മണ്ണിലൊക്കെ കളിക്കുമ്പോഴൊക്കെ ആ നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കൈ കഴുകാതെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതെങ്കിലോ അതൊക്കെ ആ അണുക്കളൊക്കെ നമ്മുടെ വയറ്റിൽ പോകും അല്ലേ. ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ പണികൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആഹാരം കഴിക്കാൻ വരിക, അല്ലെങ്കിൽ കളിച്ചിട്ടായിരിക്കും ആഹാരം കഴിക്കാൻ വരിക. അപ്പോൾ എന്ത് ചെയ്യണം? ആഹാരത്തിന് മുൻപും ആഹാരത്തിന് ശേഷവും കൈയും വായും കഴുകണം. അതുപോലെ നമ്മൾ മധുരപദാർത്ഥങ്ങളൊക്കെ കഴിച്ചിട്ട് മിക്കപ്പോഴും കുട്ടികൾ വായൊന്നും നന്നായിട്ട് ബ്രഷ് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മധുരപദാർത്ഥങ്ങൾ മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്തില്ലെങ്കിൽ മധുരപദാർത്ഥത്തിൻ്റെ എല്ലാം അംശം നമ്മുടെ പല്ലിലൊട്ടിയിരുന്നിട്ട് അവിടെ കീടാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ ഒരുപക്ഷെ കളിക്കുമ്പോഴായാലും നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന ജീവികളുമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കളിക്കുന്നത്. ചില കുട്ടികൾ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിട്ടായിരിക്കും കളിക്കുക. അവയൊക്കെ ആയിട്ട് കളിച്ചതിന് ശേഷവും അതല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ കളിച്ചതിന് ശേഷവും ഒക്കെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കൈ വൃത്തിയാക്കിയിരിക്കണം. കക്കൂസിൽ നിന്ന് വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. പലരും കൈകൾ കഴുകാറുണ്ട്, പക്ഷേ സോപ്പ് ഉപയോഗിക്കാറില്ല. സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് നമ്മൾ എപ്പോഴായാലും കൈ കഴുകണം. രാവിലെയും രാത്രിയും പല്ലുകൾ വൃത്തിയാക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയുള്ളതെന്ന് പറയുമ്പോൾ എപ്പോഴും പുതിയതെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഏതായാലും അതിൽ അഴുക്കൊന്നും പുരളാതെ നോക്കണം. എപ്പോഴും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുമല്ലേ. ചില കുട്ടികൾ കണ്ടില്ലേ, വായിലൊക്കെ കൈയിടും, നഖം കടിക്കും. അതൊക്കെ നല്ല സ്വഭാവമാണോ? നല്ല ശീലങ്ങളാണോ? അല്ല. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ചെരുപ്പ് ഉപയോഗിക്കണം. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വ്യക്തി ശുചിത്വം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വീട്ടിലും വിദ്യാലയത്തിലും പൊതുസ്ഥലങ്ങളിലും ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. പരിസര ശുചിത്വത്തിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? നമ്മൾ മാത്രം വൃത്തിയായിരുന്നുകൊണ്ട് നമുക്ക് രോഗങ്ങളൊക്കെ അകറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കണം. അതുപോലെ നമ്മുടെ വിദ്യാലയം, പൊതുസ്ഥലങ്ങളും വിദ്യാലയവും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ വൃത്തികേടാക്കിയത് മറ്റൊരാളെ കൊണ്ട് വൃത്തിയാക്കിക്കുന്നത് ശരിയാണോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വൃത്തികേടാക്കാതിരിക്കുക. അതുപോലെ പൊതുസ്ഥലങ്ങളിലും ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ കണ്ടില്ലേ, റോഡിലേക്ക് നേരെ അങ്ങ് തുപ്പിയിടുക, അതല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ചപ്പുചവറുകൾ വലിച്ചിടുക, അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടിടുക, അല്ലെങ്കിൽ റോഡിലൊക്കെ നിന്ന് മലമൂത്ര വിസർജനം നടത്തുക. ഇതൊക്കെ പലരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ വ്യക്തി ശുചിത്വം മാത്രം പോരാ, നമ്മുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം, വിദ്യാലയങ്ങൾ വൃത്തിയായിരിക്കണം, പൊതുസ്ഥലങ്ങളും വൃത്തിയായിരിക്കണം. നമ്മൾ വൃത്തിയാക്കുന്നതിനേക്കാൾ നല്ലത് വൃത്തികേടാകാതെ സൂക്ഷിക്കുന്നതാണല്ലേ. പരിസര ശുചിത്വത്തിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഒന്ന് നോക്കാം. ചപ്പുചവറുകൾ വലിച്ചെറിയരുത്. നമ്മൾ പലപ്പോഴും റോഡിലൊക്കെ കണ്ടിട്ടില്ലേ, പലരും വേസ്റ്റൊക്കെ, വീട്ടിലെ വേസ്റ്റെല്ലാം കൊണ്ടുവന്ന് റോഡ് സൈഡിലൊക്കെ നിക്ഷേപിക്കും അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിപ്പം ഒരു പഴം തിന്നുക, ഒരു കടയുടെ സൈഡിൽ നിന്ന് പഴം തിന്നുക, എന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പം അങ്ങോട്ടങ്ങ് വലിച്ചെറിയും, റോഡിലിട്ടങ്ങ് വലിച്ചെറിയും. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കക്കൂസിൽ മാത്രം മലവിസർജനം നടത്തുക. മൂത്രപ്പുരയിൽ മാത്രം മൂത്രമൊഴിക്കുക. പലരും റോഡിൻ്റെ സൈഡിലൊക്കെ മൂത്രമൊഴിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മൂത്രപ്പുരയിൽ മാത്രം മൂത്രമൊഴിക്കുക. പൊതുസ്ഥലത്ത് തുപ്പരുത്. നമ്മളത് മിക്കപ്പോഴും കണ്ടിട്ടുള്ളതാണ് അല്ലേ. ആളുകൾ നടന്നു പോകുന്ന വഴി തന്നെ റോഡിൻ്റെ സൈഡിലോട്ടൊക്കെ അങ്ങ് തുപ്പി വയ്ക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്. ഒരിക്കലും ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്. അതെന്താ ചെയ്യേണ്ടത്? പിന്നെ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എല്ലാ സ്ഥലങ്ങളിലും ഡസ്റ്റ്ബിന്നുകൾ വെച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ മാത്രമേ ഈ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാവുള്ളൂ. ആ ചിത്രം കണ്ടില്ലേ, ആ കുട്ടി എന്താ ചെയ്യുന്നത്? കണ്ട വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ആ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുകയാണല്ലേ. അങ്ങനെയാണ് വേണ്ടുന്നത്. വീട്ടിലായാലും നമ്മൾ വെളിയിലായാലും പുറത്തേക്ക് ഇറങ്ങിയാലും വിദ്യാലയങ്ങളിലായാലും ഒക്കെ വേസ്റ്റ് എല്ലാം ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല. അതിനൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥലങ്ങളുണ്ടാവും.
പ്രത്യേക ഡസ്റ്റ്ബിന്നുകൾ ഉണ്ടാവും, അവിടെ മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ. ഇനി നോക്കിയേ, ശുചിത്വം പാലിക്കാൻ ഞാൻ ചെയ്യുന്നത്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കു നേരെ ശരി അടയാളപ്പെടുത്തുക. ദിവസവും 2 നേരം പല്ല് തേക്കുന്നു. ഇത് അധ്യാപകരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടിയല്ല, നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദിവസവും 2 നേരം പല്ല് തേക്കുന്നു. എല്ലാ ദിവസവും കുളിക്കുന്നു. കുളി കഴിഞ്ഞ് ശരീരം നന്നായി തുടച്ച് വൃത്തിയാക്കുന്നു. ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു. കക്കൂസിൽ നിന്ന് വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു. മൂത്രപ്പുരയിൽ മാത്രം മൂത്രമൊഴിക്കുന്നു. വൃത്തിയുള്ള പാത്രങ്ങളിൽ ആഹാരം കഴിക്കുന്നു. കുളി കഴിഞ്ഞ് കൈയും കാലും മുഖവും വൃത്തിയാക്കുന്നു. നഖം വെട്ടി വൃത്തിയാക്കുന്നു. ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകി വൃത്തിയാക്കുന്നു. പാഴ്വസ്തുക്കൾ നിശ്ചിത സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. നമ്മുടെ എല്ലാം സ്കൂളിൽ ആരോഗ്യ ക്ലബ്ബ് ഉണ്ടല്ലേ? നിങ്ങളൊക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യും? ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ആരോഗ്യ ക്ലബിന് വളരെയധികം ഒരു പങ്കുണ്ട്. അതിനായിട്ട് മറ്റുള്ള കുട്ടികളെ ബോധവൽക്കരിക്കുക, അതിനെ സംബന്ധിക്കുന്ന ചാർട്ടുകളൊക്കെ ഉണ്ടാക്കുക, അതുപോലെ ആരോഗ്യ ചാർട്ട് ഉണ്ടാക്കുക, വ്യായാമ പരിശീലനം നൽകുക, ഇതൊക്കെ ആരോഗ്യ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇനി നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങൾ നോക്കൂ. എല്ലാ ആഴ്ചയിലും ഡ്രൈ ഡേ ആചരിക്കൽ. ഡ്രൈ ഡേ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ സ്കൂളുകളിലും കാണും ഇതുപോലെ പാഴായി കിടക്കുന്ന വസ്തുക്കൾ അവിടെ ഇവിടെയൊക്കെ ഒരുപക്ഷെ കാണും. അതിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതൊക്കെ കമഴ്ത്തി കളഞ്ഞ് കൊതുക് വരാനുള്ള സാധ്യതകളെല്ലാം നമ്മൾ മാറ്റുന്നു. എല്ലാ ആഴ്ചയും ഡ്രൈ ഡേ ആചരിക്കൽ. ബോധവൽക്കരണ പോസ്റ്റർ നിർമ്മാണം. ഓരോ ക്ലാസ്സിലും ആരോഗ്യ ചാർട്ട്. വ്യായാമ പരിശീലനം. സ്കൂളിലും പരിസരങ്ങളിലും ചവറ്റുകുട്ടകൾ സ്ഥാപിക്കൽ. ശുചിത്വ സർവേ. ആരോഗ്യ പതിപ്പ് നിർമ്മാണം. ഇതൊക്കെ നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ തന്നെയാവും നമ്മുടെ സ്കൂളിൽ നടത്തുക അല്ലേ? പോസ്റ്റർ നിർമ്മിക്കാം. നന്ദപുരം ഗവൺമെൻറ് LP സ്കൂളിലെ കൂട്ടുകാർ നിർമ്മിച്ച ചില പോസ്റ്ററുകൾ നോക്കൂ. ഇതുപോലെ സ്കൂളിലും പരിസരങ്ങളിലും പതിക്കാൻ പോസ്റ്ററുകൾ തയ്യാറാക്കൂ. നമുക്കും തയ്യാറാക്കാം അല്ലേ? നമ്മൾ മിക്കപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഇതൊക്കെ ചെയ്യുന്നതാണ്. അതൊന്നുകൂടെ ചെയ്തു നോക്കാം. എന്താണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്? ശുചിത്വം മഹത്വം. വൃത്തിശീലമാക്കൂ, രോഗം ഒഴിവാക്കൂ. രണ്ടാമത്തെ പോസ്റ്റർ എന്താണ്? വൃത്തിയുള്ള നാട്, എൻ്റെ പരിസരം, വൃത്തിയുള്ള പരിസരം. വാർത്തകൾ. പത്രങ്ങളിൽ വരാറുള്ള ചില വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. എലിപ്പനി പടരുന്നു, ജനങ്ങൾ ഭീതിയിൽ, റോഡരികിലെ മാലിന്യം, യാത്രക്കാർ ദുരിതത്തിൽ, ചിക്കൻ ഗുനിയ, ആശുപത്രികൾ വൻ തിരക്ക്. ഇത്തരം വാർത്തകൾ വരാൻ കാരണം എന്താണ്? ശുചിത്വമുള്ള ഒരു നാട്ടിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിൽ ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ പാഠം തുടങ്ങിയപ്പോൾ നമ്മളൊരു ചിത്രം കണ്ടിരുന്നു അല്ലേ? കൊതുകും ഈച്ചയും എലിയും ഒക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അവരെന്തായിരുന്നു വിഷമിച്ച് നിൽക്കാൻ കാര്യം? അവിടെ ആകെ വൃത്തിയുള്ള സ്ഥലമായിരുന്നു അല്ലേ? അപ്പം അവർക്ക് അവിടെ പണിയൊന്നുമില്ല, അവർക്ക് അവിടെ ആഹാരമൊന്നും കിട്ടുന്നില്ല, മാലിന്യ വസ്തുക്കളൊന്നും അവിടെ കുന്നുകൂട്ടി ഇടുന്നില്ല. അതേസമയം രണ്ടാമത് കണ്ട ചിത്രത്തിലോ അവിടെ ആകെ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു, വൃത്തിയില്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് എലിക്കും ഈച്ചയ്ക്കും കൊതുകിനുമൊക്കെ വളരെയധികം സന്തോഷമായിരുന്നു അല്ലേ? എലിപ്പനി പടരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ആകെ എലികളുടെ ശല്യമുണ്ടാവും, അവിടെ ആകെ മാലിന്യ കൂമ്പാരങ്ങളുണ്ടാവും അല്ലേ? ചിക്കൻ ഗുനിയ, ആശുപത്രികളിൽ വൻ തിരക്ക്. ചിക്കൻ ഗുനിയ പടർത്തുന്നത് ആരാണ്? കൊതുകാണല്ലേ? കൊതുകുണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? മലിനജലം കെട്ടിക്കിടക്കുന്നു. റോഡരികിലെ മാലിന്യം, യാത്രക്കാർ ദുരിതത്തിൽ. റോഡരികിലെ മാലിന്യം തള്ളണമെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ശുചിത്വബോധം ഉണ്ടാവുമോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, സ്വന്തമായിട്ട് പറയാൻ പറ്റുമല്ലോ. നാം ഓരോരുത്തരും ശുചിത്വം പാലിക്കണം, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം, പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കണം, ആരോഗ്യ ബോധവൽക്കരണം നൽകണം. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ
നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും ഒരു വാർത്തകളും ഉണ്ടാകില്ല. ഇവിടെയും രക്ഷയില്ല. ഈ നാടും വൃത്തിയിലേക്ക് മാറി. വൃത്തിയില്ലാത്തൊരു നാട് ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമോ? നാട് മുഴുവൻ ശുചിത്വ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കിനി രക്ഷയില്ല. ഇതൊക്കെ ആരുടെ സംഭാഷണങ്ങളാണ്? എലിയും കൊതുകും ഈച്ചയും കൂടെ പാവം കണ്ടില്ലേ വിഷമിച്ചിരിക്കുന്നു. കാരണം എന്താ? അവിടെ ഒക്കെ നല്ല വൃത്തിയാക്കിയ ആളുകൾ. അതുകൊണ്ട് എലിക്കും ഈച്ചയ്ക്കും കൊതുകിനും ഒന്നും അവിടെ ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ നാടും വൃത്തിയുള്ളതാകും. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ നാട് ശുചിത്വ നാട്. താങ്ക് യു.